എല്ലാവർക്കും നമസ്കാരം. പൂയം നക്ഷത്രക്കാരുടെ ഓരോ അവസ്ഥയിലുമുള്ള നിങ്ങളുടെ പ്രായത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ ഒരു സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇതിപ്പോൾ ഈ സീരീസിൽ നമ്മളെടുക്കുന്ന 8ാമത്തെ നക്ഷത്രമാണ് ഈ പൂയം നക്ഷത്രം. ഈ പൂയം നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്നാൽ, കർമ്മഫലദാതാവായ ശനി ഭഗവാൻ ഭരിക്കുന്ന അല്ലെങ്കിൽ ശനി നക്ഷത്രനാഥനായിട്ടുള്ള അതീവ ശ്രേഷ്ഠമായിട്ടുള്ളൊരു നക്ഷത്രമാണ് ഈ പറഞ്ഞ പൂയം നക്ഷത്രം. ഇതിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപ് സാധാരണ നിങ്ങൾ കേട്ടിട്ടുള്ള നക്ഷത്രഫലങ്ങളെ അപേക്ഷിച്ച് ഈ ശ്രേണിയിൽ നമ്മൾ പറഞ്ഞു പോകുന്ന നക്ഷത്രഫലങ്ങളുടെ ഒരു പ്രത്യേകത എന്തെന്നാൽ, നിങ്ങളുടെ ഇപ്പോഴുള്ള ഒരു പ്രസൻറ്റ് ഏജ് അനുസരിച്ച്, അതായത് ജനനം മുതൽ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നീ ഏതവസ്ഥകളിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നതെന്ന് നോക്കിയിട്ട് ആ സമയത്തെ അല്ലെങ്കിൽ ആ സമയം മുതൽ അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വ്യവസ്ഥയാക്കണമെന്ന് നിങ്ങൾക്ക് ഈ നക്ഷത്രഫലം കേൾക്കുമ്പോൾ തന്നെ അതിലൂടെ ചിന്തിച്ചുറപ്പിക്കാൻ സാധിക്കും. പറയാൻ കാരണം, ഇവിടെ ഈ പൂയം നക്ഷത്രത്തിൻ്റെ ലൈഫ് ടൈം ജാതക വിശകലനമാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലെ ഓരോ ടേണിംഗ് പോയിൻറ്റും ഞാനിവിടെ കൃത്യമായി ടാഗ് ചെയ്ത് പറഞ്ഞുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, വെറുതെ അങ്ങോട്ട് ഫലങ്ങൾ വലിച്ചു വാരി പറഞ്ഞ് നിങ്ങളുടെ വിലപ്പെട്ട സമയം ഇവിടെ ഞാൻ നഷ്ടപ്പെടുത്തില്ല. പകരം നിങ്ങളുടെ ലൈഫിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന നിർണായകമായിട്ടുള്ള ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് വ്യക്തമായി തന്നെ പറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി പിന്നിടാൻ പോകുന്ന ഓരോ പ്രായത്തിലും ഞാനിനി എന്ത് മുൻകരുതലുകൾ എടുക്കണമെന്ന് ചിന്തിച്ച് നിങ്ങൾ ചിന്താക്കുഴപ്പത്തിലാകേണ്ട കാര്യമില്ല. ഈ ഫലപ്രവചനങ്ങൾ നിങ്ങൾക്ക് ഒരു ചൂണ്ടുപലക പോലെ അല്ലെങ്കിൽ ഒരു അത്താണി എന്ന പോലെ നിങ്ങളുടെ അടുത്ത ടാസ്ക് എന്ത് എന്ന് കൃത്യമായി ഇവിടെ നിന്നും ചൂണ്ടിക്കാണിച്ചു തരും. പക്ഷേ നിങ്ങൾക്ക് ആവശ്യം നിങ്ങളുടെ സഹോദരങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ പ്രായം വെച്ചുകൊണ്ടാണ് ഇത് ചെക്ക് ചെയ്ത് നോക്കാൻ താല്പര്യമെങ്കിൽ അങ്ങനെയുമാകാം. ഇതിനു വേണ്ടി ഇപ്പോൾ നിങ്ങളിവിടെ ഈ കാണുന്ന ടേബിളിൽ നിന്നും നിങ്ങൾക്ക് ഫലം അറിയേണ്ട വ്യക്തിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വയസ്സോ നിങ്ങൾക്കിവിടെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. പക്ഷേ ഞാനിവിടെ പറയുന്നത് ആയുഷ്കാല ഫലമായതുകൊണ്ട് തന്നെ ഓരോ നക്ഷത്രങ്ങളുടെയും ആദ്യ അവസാനം വരെയുള്ള ഫലങ്ങൾ എനിക്ക് പറഞ്ഞേ പറ്റൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ, അതായത് നിങ്ങൾ പാസ് ചെയ്ത് കഴിഞ്ഞു പോയ ആ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നത് അത് കൃത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ 100% ഉറപ്പിക്കാം, വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രവചിക്കാൻ പോകുന്ന നിങ്ങളുടെ ഭാവി ജ്യോതിഷ ഫലങ്ങളും കൃത്യമായിരിക്കും. ഈ പറഞ്ഞ രീതിയിലാണ് ഒരാളുടെ ജാതകത്തിലെ പാസ്റ്റും ഫ്യൂച്ചറും ഏകീകരിച്ചുകൊണ്ട് ഇവിടെ ഈ ഫലങ്ങൾ പറയുന്നത്. ഇനി നമുക്ക് പൂയം നക്ഷത്രക്കാരുടെ ആയുഷ്കാല ഫലപ്രവചനങ്ങളിലേക്ക് കടന്നു ചെല്ലാം. 27 നക്ഷത്രങ്ങളിൽ വെച്ച് 8ാമത്തെ നക്ഷത്രമായിട്ടുള്ള, അതായത് കർമ്മഫലദാതാവായ ശനി ഭഗവാൻ ഭരിക്കുന്ന അല്ലെങ്കിൽ ശനി നക്ഷത്രനാഥനായിട്ടുള്ള അതീവ പവിത്രവും ധർമ്മനിഷ്ഠവുമായിട്ടുള്ള ഒരു നക്ഷത്രമാണ് ഈ പറഞ്ഞ പൂയം നക്ഷത്രം. മാത്രവുമല്ല, വിശ്വാസപ്രകാരം ദേവഗുരുവായ വ്യാഴ ഭഗവാനാണ് ഈ നക്ഷത്രത്തിൻ്റെ അധിപനായിട്ട് വരുന്നത്. ജ്യോതിഷത്തിൽ ഈ പശുവിൻ്റെ അകിടാണ് ഇതിൻ്റെ അടയാളമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു പശു തൻ്റെ കിടാവിനും മനുഷ്യർക്കും ഒരുപോലെ അമൃത് പോലുള്ള പാൽ നൽകി അവരെ പോഷിപ്പിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാനും അവരെ പരിപാലിക്കാനുമുള്ള ഒരു പ്രത്യേക കഴിവ് അല്ലെങ്കിൽ ഒരു പ്രത്യേക മനസ്സ് പ്രകൃതിദത്തമായി തന്നെ നിങ്ങൾ ഈ പൂയം നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. ജ്യോതിഷത്തിൽ ഏറ്റവും ഗുണകരമായ നക്ഷത്രങ്ങളിൽ ഒന്നായിട്ടാണ് ഈ പൂയത്തെ കണക്കാക്കുന്നത്. ഈ നക്ഷത്രം വരുന്നത് മുഴുവനായും ചന്ദ്രൻ്റെ സ്വന്തം രാശിയായ കർക്കിടകക്കൂറിലാണ്. നിങ്ങളുടെ രാശിയാധിപൻ ചന്ദ്രനും നക്ഷത്രാധിപൻ ശനിയുമായതുകൊണ്ട് തന്നെ ചന്ദ്രൻ്റെ കാരുണ്യവും സ്നേഹവും ശനിയുടെ അച്ചടക്കവും നീതിബോധവും ഒരുപോലെ സമ്മേളിച്ച ഒരു അത്ഭുത നക്ഷത്രമാണ് ഈ പൂയം നക്ഷത്രക്കാർ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കണ്ടാൽ സ്വന്തം കയ്യിലുള്ളത് എടുത്തു കൊടുക്കുന്നവർ, ഈശ്വരവിശ്വാസമുള്ളവർ, എന്നാൽ അനാവശ്യമായി ആരുടെ മുന്നിലും തല കുനിക്കാത്ത തൻ്റെ ഇടമുള്ളവർ, ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്കിവരെ ഒന്ന് വിശേഷിപ്പിക്കാം. ജീവിതത്തിൽ ശനിയുടെയും വ്യാഴത്തിൻ്റെയും ദശാകാലങ്ങൾ മാറി വരുമ്പോൾ സ്വന്തം അധ്വാനം കൊണ്ടും വിട്ടുവീഴ്ചയില്ലാത്ത കഠിനമായ ശ്രമം കൊണ്ടും വലിയ വിജയങ്ങൾ നേടിയെടുക്കാൻ ശേഷിയുള്ളവരാണ് ഈ പൂയം നക്ഷത്രക്കാർ.
ഈ പറഞ്ഞതെല്ലാം നിങ്ങളിൽ പൊതുവായിട്ട് കണ്ടുവരുന്ന ചില പ്രത്യേകതകളാണ്. ഇനി നമുക്ക് പൂയം നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഓരോ പ്രായത്തിലുമുള്ള മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രകടമാവുന്നതെന്ന് ഒന്ന് നോക്കാം. 0 മുതൽ 5, 10, 15 വയസ്സ് വരെയുള്ള നിങ്ങളുടെ കാലഘട്ടത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. ശനി ഭഗവാന്റെ മഹാദശയിലാണ് പൂയം നക്ഷത്രക്കാരുടെ ജനനം. അതുകൊണ്ട് തന്നെ ഇവരുടെ കുട്ടിക്കാലം വലിയ ആഡംബരങ്ങളൊന്നും നിറഞ്ഞതായിരിക്കില്ല. പലപ്പോഴും മാതാപിതാക്കളുടെ ഹാർഡ് വർക്ക് കൊണ്ടും, അതായത് ആ കഷ്ടപ്പാടും കഠിനാധ്വാനങ്ങളും ഒക്കെ കണ്ടായിരിക്കും ഇവർ വളരുന്നതും. ആരോഗ്യപരമായി ചെറിയ ചെറിയ അസ്വസ്ഥതകൾ, പ്രത്യേകിച്ചും ഈ ജലദോഷം, ഈ ടോൺസിലൈറ്റിസ്, അല്ലെങ്കിൽ ഈ നെഞ്ചിൽ കഫക്കെട്ട് മരുന്ന് കഴിച്ചാലും മാറും, പെട്ടെന്ന് വീണ്ടും പ്രത്യക്ഷപ്പെടുക. അപ്പോൾ അതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഈ പ്രായത്തിൽ നിങ്ങൾക്ക് സർവ്വസാധാരണമാണ്. എന്നാൽ ജന്മന നിങ്ങളുടെ ജാതകത്തിൽ ശനിയുടെ സ്വാധീനമുള്ളതുകൊണ്ട് നിങ്ങളുടെ കുട്ടിക്കാലത്ത് ഈ കളിതമാശകളേക്കാൾ അല്പം പക്വത കാണിക്കുന്നവരായിരിക്കും നിങ്ങൾ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഇനി നിങ്ങളുടെ സ്വഭാവത്തിലേക്ക് വന്നാൽ ചെറുപ്പത്തിലെ വളരെ അച്ചടക്കമുള്ളവരും മാതാപിതാക്കളെ അനുസരിക്കുന്നവരുമായിരിക്കും ഇവർ, ഈ പറഞ്ഞ പൂയം നക്ഷത്രക്കാർ. പഠനകാര്യങ്ങളിൽ ഇവർ അതീവ ശ്രദ്ധ പുലർത്തും. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പഠിക്കാൻ ഇവർക്ക് ഒരു പ്രത്യേക കഴിവുമുണ്ട്. മുതിർന്നവരുടെ സ്നേഹവും ബഹുമാനവും ഏറ്റുവാങ്ങിക്കൊണ്ടായിരിക്കും ഇവർ ഈ 15 വയസ്സ് വരെയുള്ളവരുടെ കാലഘട്ടം പൂർത്തിയാക്കുന്നത്. ഇനി നമുക്ക് പൂയം നക്ഷത്രക്കാരുടെ 15 വയസ്സ് മുതൽ, അതായത് കൗമാരപ്രായം മുതൽ 20, 25, 30 എന്നീ കാലഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയാണ് ഇവർക്ക് സംഭവിക്കുക എന്നൊന്ന് നമുക്ക് നോക്കാം. 15 വയസ്സിന് ശേഷം വരുന്ന ബുധദശ പൂയം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ ബുദ്ധിശക്തിയും വിദ്യാഭ്യാസത്തിൽ വലിയ മുന്നേറ്റങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൊണ്ടുവരുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ചും 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ബുധൻ അനുകൂലമായി വരുന്നതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിലും കരിയറിലും വലിയ ഉന്നതി നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ബാങ്കിങ്, IT, മെഡിക്കൽ ഫീൽഡ്, മാനേജ്മെൻറ്റ്, ഇനി അല്ലെങ്കിൽ അക്കൗണ്ടൻസി, ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ ഗവൺമെൻറ് ജോലികൾ എന്നിവയിലൊക്കെ ഈ പ്രായത്തിലാണ് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത്. അതുപോലെ തന്നെ 21 വയസ്സിന് ശേഷം സ്വന്തം കാലിൽ നിൽക്കാനുള്ള ആ ഒരു വരുമാന മാർഗം കണ്ടെത്തുന്നതിലായിരിക്കും നിങ്ങളുടെ ശ്രദ്ധ. മാത്രമല്ല, നിങ്ങൾ കണ്ടെത്തുകയും ചെയ്യും. അപ്പോൾ ഈ പ്രായത്തിൽ ജാതകത്തിൽ വ്യാഴം രാശി മാറി കേന്ദ്രസ്ഥാനങ്ങളിൽ വരുന്നതുകൊണ്ട് വലിയ കരിയർ ബ്രേക്കുകൾ നിങ്ങളെ തേടിയെത്താം. എന്നാൽ ചൊവ്വയുടെയും കേതുവിൻ്റെയും സ്വാധീനം വരികയാണെങ്കിൽ കടുത്ത പ്രണയബന്ധങ്ങൾ ഈ സമയം ഉണ്ടാകാനും വളരെ വ്യക്തമായ സാധ്യതയും കാണുന്നുണ്ട്. മാത്രവുമല്ല, ഈ നിർണായക ഘട്ടത്തിൽ സ്വന്തം അച്ചടക്കവും കാർക്കശ്യവും കാരണം, അതായത് അനാവശ്യ കാർക്കശ്യവും കാരണം ആ ബന്ധങ്ങളിൽ വലിയ മാനസിക വിഷമതകളോ അല്ലെങ്കിൽ തകർച്ചകളോ നേരിടേണ്ടി വരാനും സാധ്യതയുണ്ട്. എന്നാൽ 26 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള കാലയളവിലാണ് ഇവരുടെ ആ ഒരു ഔദ്യോഗിക ജീവിതത്തിന് ഒരു ഭദ്രത കൈവരുന്നത്. എന്നാൽ 27 വയസ്സിന് ശേഷം ഇവരുടെ വിവാഹപ്രായം ഉറപ്പായിട്ടും തെളിയും. മാത്രവുമല്ല, നല്ല കുടുംബ മഹിമയുള്ള ഒരു ഉത്തമ പങ്കാളിയെ തന്നെ ഇവർക്ക് ലഭിക്കുകയും ചെയ്യും. ഇനി നിങ്ങൾക്ക് 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള നിങ്ങളുടെ ജീവിത സഞ്ചാരഗതി ഒന്ന് നോക്കുമ്പോൾ നമുക്കിവിടെ ഉറപ്പായിട്ടും പറയാൻ സാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മധ്യവയസ്ക കാലഘട്ടമാണ് ഈ പറഞ്ഞ കാലഘട്ടം. അതായത് 30 വയസ്സിന് ശേഷം 35, 40, 45 ഈ വയസ്സുകളിലൂടെ നിങ്ങൾ സഞ്ചരിച്ച് 50 വയസ്സിൽ എത്തിച്ചേരുന്ന നിങ്ങൾ പൂയം നക്ഷത്രക്കാരുടെ ജീവിതം എങ്ങനെയുണ്ട് എന്ന് നോക്കുമ്പോൾ ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് 30കളുടെ മധ്യത്തിൽ, കൃത്യമായി പറഞ്ഞാൽ 35 വയസ്സ് മുതൽ 42 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ, ഈ പ്രായത്തിൽ ശനി നിങ്ങൾക്ക് ഗുണവാനായി മാറുന്നതുകൊണ്ട് നിങ്ങളുടെ കർമ്മരംഗങ്ങളിൽ വലിയ പദവിയും ഉയർച്ചയും പുരോഗതിയും ഉണ്ടായിത്തീരും. ഈ സമയത്ത് വ്യാഴം അനുകൂല രാശിയിൽ വരുന്നതുകൊണ്ട് സ്വന്തമായി വീടുണ്ടാക്കാനോ അല്ലെങ്കിൽ ഭൂമി വാങ്ങിക്കാനോ, അതും നിങ്ങൾ വിചാരിക്കാത്ത വഴിയിലൂടെ വലിയൊരു സാമ്പത്തിക അഭിവൃദ്ധി നേടാനുമൊക്കെ നിങ്ങൾ പൂയം നക്ഷത്രക്കാർക്ക് ഉറപ്പായിട്ടും സാധിക്കും. എന്നാൽ 43 വയസ്സ് മുതൽ 48 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വരുന്ന ചില ഗ്രഹമാറ്റങ്ങൾ കാരണം ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് അനാവശ്യമായിട്ടുള്ള തടസ്സങ്ങളോ അല്ലെങ്കിൽ വിശ്വസ്തരിൽ നിന്നുള്ള ചെറിയ രീതിയിലുള്ള വഞ്ചനയൊക്കെ ഈ സമയത്ത് നേരിടേണ്ടി വന്നേക്കാം. എന്നാൽ മറ്റുള്ളവരെ നിങ്ങൾ ഈ സമയത്ത് അമിതമായി വിശ്വസിച്ച് വലിയ തുകകൾ അവർക്ക് വരാഴിക്ക് നോക്കാതെ നിങ്ങൾ കടം കൊടുക്കുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആർക്കെങ്കിലും നിങ്ങൾ ജാമ്യം നിൽക്കുകയോ ചെയ്താൽ
വലിയ സാമ്പത്തിക ബാധ്യത അതിൽ നിന്നും നിങ്ങൾക്ക് വന്നു ചേരാൻ യോഗം കാണുന്നുണ്ട്. മാത്രവുമല്ല, കുടുംബജീവിതത്തിൽ പങ്കാളിയുമായിട്ട് ചെറിയ രീതിയിലുള്ള ഈഗോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സംസാരത്തിൽ വരുന്ന ആ ഒരു കാർക്കശ്യം അത് നിങ്ങൾ തുടർച്ചയായിട്ട് ഇങ്ങോട്ട് പിന്തുടർന്ന് പോരുന്നത് കൊണ്ട് അല്പസ്വല്പം ഭിന്നതകളോ ഈ സമയത്ത് തീർച്ചയായിട്ടും പ്രത്യക്ഷപ്പെടാം. എന്നാൽ 45 വയസ്സിന് ശേഷം ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും നല്ല ദശാകാലങ്ങൾ നിങ്ങൾക്ക് വരുന്നത് കൊണ്ട് നിങ്ങളുടെ കരിയറിലും സമൂഹത്തിലും വലിയൊരു പ്രതാപവും സർവ്വൈശ്വര്യവും കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കുട്ടികളുടെ പഠനം, അവരുടെ ഉന്നതി എന്നിവ കണ്ട് ഏറെ സന്തോഷിക്കാവുന്ന ഒരു കാലഘട്ടമായിരിക്കും നിങ്ങൾക്ക് ഈ 45 വയസ്സിന് ശേഷം 49കളുടെ അവസാന കാലഘട്ടത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്നത്. ഇനി അടുത്തത് നിങ്ങളുടെ പക്വതയുടെ കാലം, അതായത് 50 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള നിങ്ങളുടെ ജീവിതം നോക്കുമ്പോൾ അപ്രകാരം ആ അവസ്ഥയിൽ നിങ്ങളുടെ പ്രായം 55, 60, 65, 70 എന്നീ ഘട്ടങ്ങളിലൂടെ കടക്കുകയാണെങ്കിൽ, ഇവിടെ ശ്രദ്ധിക്കുക, എല്ലാ നക്ഷത്രങ്ങളിലും പറയുന്നത് പോലെ തന്നെ ഇവിടെ ഈ കടക്കുകയാണെങ്കിൽ എന്ന് പറയാൻ കാരണം ഈ പറഞ്ഞ എല്ലാ പൂയ നക്ഷത്രക്കാരും 80 വയസ്സ് വരെ അല്ലെങ്കിൽ 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ല. എന്നാൽ ഈ പറഞ്ഞ പ്രായത്തിലേക്ക് കടക്കുന്നവരുടെ ഫലങ്ങളാണ് ഈ പറയുന്നത്. അങ്ങനെ വേണം ഈ ഫലപ്രവചനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ അപ്രകാരം നോക്കുമ്പോൾ ഇത് പൂയ നക്ഷത്രക്കാർക്ക് ഉള്ള വലിയൊരു സുഖസൗകര്യങ്ങളുടെയും സമൂഹത്തിൽ വലിയൊരു ലീഡർഷിപ്പ് സ്ഥാനം നേടുന്നതിൻ്റെയും ഒക്കെ ആ ഒരു കാലഘട്ടമാണ്. പറയാൻ കാരണം 55 വയസ്സിന് ശേഷം വരുന്ന സൂര്യദശയുടെയോ അല്ലെങ്കിൽ ചന്ദ്രദശയുടെ ആ നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും അനുഭവിക്കാൻ യോഗമുള്ള ആ ഒരു സമയമാണ്. ഈ സമയത്ത് വ്യാഴം നിങ്ങളുടെ കേന്ദ്രസ്ഥാനങ്ങളെ ദർശിക്കുന്നത് കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് സമൂഹത്തിലും കുടുംബത്തിലും വലിയൊരു ആദരവും അംഗീകാരവും തീർച്ചയായും നിങ്ങളെ തേടിയെത്തിയിരിക്കും. ഒട്ടുമിക്ക പൂയ നക്ഷത്രക്കാരും ഈ പ്രായത്തിൽ മക്കൾക്ക് വേണ്ടിയും അവരുടെ കടമകളെല്ലാം ഭംഗിയായി വീട്ടി സാമ്പത്തികമായും തികച്ചും സുരക്ഷിതമായ ഒരു രാജകീയ നിലയിലായിരിക്കും എത്തി നിൽക്കുക. അതിനൊരു പക്ഷേ രാജകീയ നിലയിലേക്കൊന്നും പോയില്ലെങ്കിൽ പോലും വലിയ അല്ലലും അലച്ചിലും ഇല്ലാതെ മുന്നോട്ട് പോകാനുള്ള ആ ഒരു സാമ്പത്തിക കെട്ടുറപ്പ് നിങ്ങളുണ്ടാക്കിയിരിക്കും. എന്നാൽ ഈ പ്രായത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ തന്നെയാണ്. പറയാൻ കാരണം 58 വയസ്സിന് ശേഷം നിങ്ങൾക്ക് കൂടെ അതായത് വിട്ടുമാറാത്ത ഈ വയറ്റിലെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും ഈ ഗ്യാസ് ട്രബിൾ, ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ രക്തസമ്മർദ്ദം, പ്രമേഹം പോലുള്ള ഈ ജീവിതശൈലീ രോഗങ്ങൾ നിങ്ങളെ അല്പം ബുദ്ധിമുട്ടിച്ചേക്കാം. അതുകൊണ്ട് ഭക്ഷണക്രമത്തിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തുക. മറ്റ് എക്സസൈസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ കൊണ്ടാകുന്ന രീതിയിലുള്ള പ്രഭാത സവാരിയോ അങ്ങനെയുള്ള ചെറിയ രീതിയിലുള്ള എക്സസൈസുകൾ, വ്യായാമം ശീലമാക്കുക. എന്നാൽ മക്കളുടെ വിവാഹ കാര്യങ്ങൾ ഈ സമയങ്ങളിൽ ഭംഗിയായി നടക്കും. കുടുംബത്തിൽ ഐശ്വര്യം തിരികെ വരികയും വിചാരിക്കുന്ന കാര്യങ്ങൾ ഒട്ടുമിക്കതെല്ലാം ആ രീതിയിൽ തന്നെ നടന്നു കിട്ടുന്ന ഒരവസ്ഥയായിരിക്കും അപ്പോൾ സംജാതമാകുന്നത്. ഇനി അടുത്തത് നിങ്ങളുടെ വാർദ്ധക്യവും ആത്മീയതയും സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 70 മുതൽ 90 വയസ്സും അതിന് മുകളിലും ഈ കണക്ക് വെച്ചുകൊണ്ട് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത്, അതായത് 75, 80, 85, 90 ഈ വയസ്സുകളിലൂടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു സായന്തന കാലഘട്ടത്തിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾ പൂയ നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഭൗതികമായ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ച് മനസ്സ് പൂർണ്ണമായും ഈശ്വര ചിന്തയിലേക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്കും തിരിയുന്ന ഒരു സുന്ദരമായ ആത്മീയ കാലഘട്ടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നതെന്ന് തീർത്തും പറയാൻ സാധിക്കും. പ്രത്യേകിച്ചും ക്ഷേത്ര കാര്യങ്ങളിലൊക്കെ സജീവമാകാനും ദാനധർമാദികളെല്ലാം ചെയ്യാനും അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാനും ഈ പ്രായത്തിൽ നിങ്ങൾ പൂയ നക്ഷത്രക്കാർ കൂടുതൽ താല്പര്യം കാണിക്കും. മാത്രവുമല്ല, നിങ്ങൾ കടന്നു പോകുന്ന ആ കഠിനമായ വഴികളെക്കുറിച്ചും അല്ലെങ്കിൽ നിങ്ങൾ തരണം ചെയ്ത ആ പ്രതിസന്ധികളെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ നേടിയെടുത്ത വിജയങ്ങളെക്കുറിച്ചൊക്കെ ഓർത്ത് നിങ്ങൾ സ്വയം അഭിമാനം തോന്നുന്ന ആ ഒരു നിമിഷങ്ങളിലൂടെ ഒക്കെ കടന്നു പോകും. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ പൂയ നക്ഷത്രക്കാർ പൊതുവെ മറ്റുള്ളവരുടെ മുൻപിൽ തലകുനിക്കാതെ സ്വന്തം അന്തസ്സോടുകൂടിയും പ്രതാപത്തോടു കൂടിയും ഒരു നല്ല വാർദ്ധക്യകാലം നയിക്കാൻ ഭാഗ്യമുള്ളവരായിത്തീരും. കുടുംബാംഗങ്ങളുടെയും കൊച്ചുമക്കളുടെയും കൺകുളിർക്കുന്ന സ്നേഹവും പരിചരണവും ഉറപ്പായിട്ടും നിങ്ങളെ തേടിയെത്തിയിരിക്കും. അതിന് നിങ്ങളുടെ ജനനം മുതൽ ഇങ്ങോട്ടൊന്ന് വളരെ പെട്ടെന്ന് കണ്ണോടിച്ചാൽ, അതായത് നിങ്ങളുടെ 1 വയസ്സ് മുതൽ ആയുർനാശം വരെയുള്ള ആ ഒരു ജീവിതം ഒന്ന് പെട്ടെന്ന് പരിശോധിച്ചാൽ നിങ്ങൾ പൂയ നക്ഷത്രക്കാർ ജീവിതത്തിൻ്റെ ആദ്യകാലങ്ങളിൽ വലിയ ഉത്തരവാദിത്തങ്ങളുടെയും
കഠിന ശ്രമങ്ങളിലൂടെയും കടന്നു പോകുമെങ്കിലും മധ്യവയസ്സിലും വാർദ്ധക്യത്തിലും മറ്റുള്ളവർ ബഹുമാനിക്കുന്ന രീതിയിൽ സർവ്വവിധ പ്രതാപത്തോടും കൂടി ജീവിക്കുന്നവരാണ്. അങ്ങനെയാണ് ഇവിടെ ഫൈനലായിട്ട് നമുക്കൊന്ന് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് നിങ്ങളുടെ വയസ്സുമായി ബന്ധപ്പെട്ട, അതായത് പ്രായവുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഈ ജ്യോതിഷ ഫലങ്ങളിലൂടെ പറയാൻ സാധിക്കുന്നത്. അതിന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വർഷങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രതിവിധികളെക്കുറിച്ച് ഒന്ന് ക്രോഡീകരിച്ച് പറയാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ ജാതകത്തിലെ ആ ഗ്രഹനില അനുസരിച്ച് ഇതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നേക്കാം. എങ്കിൽ പോലും പൊതുവായ ഫലം വെച്ചുകൊണ്ട് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത്, നിങ്ങൾ പൂയ നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറാനും ശനി ദോഷങ്ങൾ അകന്ന് വലിയ ഐശ്വര്യം നിങ്ങൾക്ക് വന്നു ചേരാനും നിങ്ങൾ ശനിയാഴ്ച ദിവസങ്ങളിൽ ഈ നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തുന്നത് അത്യുത്തമമായിരിക്കും. അതായത് എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ഒന്ന് ക്ഷേത്ര ദർശനം നടത്തുക. അവിടെ നവഗ്രഹമാകുമ്പോൾ നവഗ്രഹ ദേവന്മാരും ഉണ്ടാകും. അപ്പോൾ ഒറ്റ ദർശനം കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടും. മാത്രവുമല്ല, ഈ ഹനുമാൻ സ്വാമി ക്ഷേത്രം നിങ്ങളുടെ വീടിനടുത്തുണ്ടെങ്കിൽ ഹനുമാൻ സ്വാമിക്ക് വെണ്ണയോ വടമാലയോ വഴിപാട് കഴിപ്പിക്കുന്നത് അത്യുത്തമമായിരിക്കും. അതുപോലെ തന്നെ ശാസ്താവിന് എള്ളുതിരി കത്തിക്കുന്നതും അതീവ ഉത്തമമാണ്. അതിന് ഇപ്പോൾ നിങ്ങളുടെ പ്രായം എത്രയാണ്? ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി എത്രത്തോളം ഒത്തുപോകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താൻ താല്പര്യമുണ്ടെങ്കിൽ അതൊന്ന് രേഖപ്പെടുത്തുക. കാരണം അപ്പോൾ എനിക്കും കാര്യങ്ങൾ അറിയാൻ പറ്റും, നമുക്ക് ഏകദേശം ഒരു ഐഡിയ അതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് നിങ്ങൾ പൂയ നക്ഷത്രക്കാരുടെ ലൈഫ് ടൈം പ്രവചനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പറയാനുള്ളത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.